ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് വെച്ചാൽ നിറയെ പൂത്തു നിൽക്കുന്ന ബോഗൺവില്ല ചെടികൾ തന്നെയല്ലേ. എന്നാൽ ഒരേ ചെടിയിൽ തന്നെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. അതെ, ബോഗൺവില്ല ചെടികൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ ഈ മഴക്കാല കാലാവസ്ഥയിൽ ബോഗൺവില്ല ഗ്രാഫ്റ്റിംഗ് വളരെ മികച്ചതാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഗ്രാഫ്റ്റിങ്ങുകൾ 100% വിജയകരമായി മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബോഗൺവില്ല ചെടിയിൽ ഒരേ സമയം ഒന്നിലധികം ഹൈബ്രിഡ് ഇനങ്ങൾ എങ്ങനെ ബാർക്ക് ഗ്രാഫ്റ്റ് വഴി വിജയകരമായി പിടിപ്പിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടിയിൽ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല ഹൈബ്രിഡ് സയോണുകൾ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രധാന സ്റ്റെമ്മിലേക്ക് ഒരു 3 ഹൈബ്രിഡ് ഇനങ്ങൾ കൂടി വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായി ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറൈറ്റികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഫ്ലെയിം റെഡ്, നല്ല കടും ചുവപ്പ് നിറമുള്ളത്. ചില്ലി വൈറ്റ്, മനോഹരമായ വെളുത്ത പൂക്കൾ ഉള്ളത്. മൂന്നാമത്തേത് ഗോൾഡൻ പീച്ച്, വളരെ ആകർഷമായ ഒരു പീച്ച് ഷെയ്ഡ്. ഈ 3 കളറുകളും ഒരേ ചെടിയിൽ വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് രീതിയിലാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ചെടിയുടെ പ്രധാന തടി അത്യാവശ്യം നല്ല വണ്ണമുള്ളതാണ്. കട്ടി കൂടിയ സ്റ്റെമ്മുകളിൽ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും വിജയം നൽകുന്നത്. ഇതിനായി നമ്മൾ ആദ്യം തന്നെ കമ്പുകൾ മുറിച്ച് മാറ്റിയ ഭാഗത്ത് നന്നായി ആ പ്രധാന തടിയോട് മുകളിൽ നിന്ന് താഴേക്ക് തൊലിയോട് ചേർത്ത് ചെറിയൊരു വിള്ളൽ അല്ലെങ്കിൽ കട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. തടിയുടെ കാതലിന് കേടുപാടുകൾ വരുത്താതെ തൊലി മാത്രം ചെറുതായി ഒന്ന് വിടുവിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സയോണുകൾ തയ്യാറാക്കാം. നമ്മൾ എടുത്ത സയോണിൻ്റെ അടിഭാഗത്തെ 2 വശവും ഒരു മൂർച്ചയേറിയ ബ്ലേഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് കത്തി ഉപയോഗിച്ച് ചെത്തി ആപ്പിൻ്റെ രൂപത്തിലാക്കണം. ഇങ്ങനെ ചെത്തിയെടുത്ത സയോൺ നമ്മൾ തടിയിലേക്ക് ഉണ്ടാക്കിയ ആ വിള്ളലിലേക്ക് വളരെ ശ്രദ്ധയോടെ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. സയോണിൻ്റെ വെട്ടിയ ഭാഗവും ചെടിയുടെ തൊലിയും ഉൾഭാഗം തമ്മിൽ നന്നായി ചേർന്നിരിക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് കെട്ടുന്നത്. സയോൺ അനങ്ങാത്ത രീതിയിൽ ഒരു നല്ല ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് നന്നായി വരിഞ്ഞ് കെട്ടുക. കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുള്ളിലേക്ക് കാറ്റോ വെള്ളമോ ഒട്ടും തന്നെ കടക്കാൻ പാടില്ല. അത് വളരെ ലൂസാക്കാതെ മുറുക്കി തന്നെ കെട്ടിയിരിക്കണം. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തെ ഹ്യൂമിഡിറ്റി നിലനിർത്തുക എന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത സയോണുകൾ ഉണങ്ങിപ്പോകാതിരിക്കാനും ബാഷ്പീകരണം തടയാനും വേണ്ടി ആണിത്. ഇതിനായി ഒരു പോളിത്തീൻ ഷീറ്റ് അല്ലെങ്കിൽ കവർ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മുഴുവനായി മൂടുക. അതിനുശേഷം കവറിന്റെ തായ്ഭാഗം ഒരു നൂലോ ടേപ്പോ ഉപയോഗിച്ച് കാറ്റ് കടക്കാത്ത രീതിയിൽ നന്നായി കെട്ടിവെക്കുക. ഇനി ചെടി എവിടെ വെക്കണം? നേരിട്ട് കടുത്ത വെയിൽ അടിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല. നല്ല വെളിച്ചമുള്ള എന്നാൽ നേരിട്ട് വെയിൽ അടിക്കാത്ത തണലുള്ള ഒരു ഭാഗത്തേക്ക് ഇതിനെ മാറ്റിവെക്കുക. വെറും 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ നിന്ന് പുതിയ ചെറിയ തളിരുകൾ വന്നു തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി തളിരുകൾ വരുന്നത് വരെ കാത്തിരിക്കാം. ഇതാ നോക്കൂ,
ഇതാണ് നമ്മൾ ഏകദേശം 3 ആഴ്ച മുമ്പ് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ബോഗൺവില്ല. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നമ്മൾ വെച്ച സയണുകളിൽ നിന്ന് എല്ലാം വളരെ മനോഹരമായി പുതിയ തളിരിലകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തളിരിലകൾ നന്നായി വളർന്നു വന്നതിന് ശേഷം മാത്രം മുകളിലിട്ട പോളിത്തീൻ കവർ മാറ്റിയാൽ മതിയാകും. അത് വളരെ പതുക്കെ കവർ മാറ്റുക. ഇവിടെ നമ്മൾ ഒരു കുഞ്ഞു ട്രിക്ക് കൂടി ചെയ്യുന്നുണ്ട്. ഈ പുതിയ തളിരുകളുടെ ഏറ്റവും മേൽഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് അല്ലെങ്കിൽ പിഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ചെടി താഴെ നിന്ന് കൂടുതൽ പുതിയ ബ്രാഞ്ചുകൾ ഉൽപ്പാദിപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ബോഗൺവില്ല പ്രേമിയാണെങ്കിൽ ഈ മഴക്കാലത്ത് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാഫ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നല്ല നല്ല ഗാർഡനിങ് ടിപ്പുമായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുക. ഇനി പുതിയൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.